ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രിഫറൻസ് ഷെയർസിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. പിന്നെ നമ്മൾ നോക്കുന്നത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ കമ്പനി ഇഷ്യൂഡ് 1007% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 each at a premium 10%. Redeemable after 5 years. Compute the cost of preference share capital. ഇവിടെ ഡി പി ഉണ്ട്. ഡി പിനെയൊക്കെ അറിയാം. പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് എത്രയാണ് അത് 1/n. n എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് റിഡീം ചെയ്യുക, 5 yearsലാണ് ഇവിടെ റിഡീം ചെയ്യുന്നത്. RV റിഡീമബിൾ വാല്യൂ ആണ്, -NB നെറ്റ് പ്രൊസീഡ്സ് ആണ്, ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു RV പ്ലസ് NB. ഇവിടെ ഡി പി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഡി പി എത്രയാണ്? ഡി പി 1007% പ്രിഫറൻസ് ഷെയർസ് ഓഫ് റുപ്പീസ് എത്രയാണ്? 100 ആണ്. അപ്പോൾ എത്ര ഉണ്ടാവും? 1 lakh ഉണ്ടാകും. 1 lakhൻ്റെ 7% എത്രയാണ്? 7000 ഉണ്ടാവും. അപ്പം ഡി പി 7000 ആണ്. ഇനി എന്താ വേണ്ടത്? 1/n. n എത്രയാണ്? n 5 ആണ്. 5 years കൊണ്ടാണ് റിഡീം ചെയ്യുന്നത്. RV എന്ന് പറഞ്ഞാൽ റിഡീമബിൾ വാല്യൂ ആണ്. റിഡീമബിൾ വാല്യൂ എത്രയാണ്? 1 lakh ആണ്. RV എത്രയാണ് തിരിച്ചു കൊടുക്കുന്നത്? 1 lakh ആണ്. 1 lakh. പിന്നെ NB എത്രയാണ്? നെറ്റ് പ്രൊസീഡ്സ് ആണ്. എത്രയാണ് കിട്ടുന്നത്? ഇത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, 10% പ്രീമിയം. അപ്പം 1 lakhൻ്റെ 10% 10,000 ഉണ്ടാവും. അപ്പോൾ NB എത്ര ഉണ്ടാവും? 1 lakh 10,000 ഉണ്ടാവും. 1 lakh 10,000. ഇത്രയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അത് ഇക്വേഷൻ്റെ അകത്ത് കൊടുത്താൽ മതി. 7000 ഡി പി 1/n 5 ആണ്. RV 1 lakh ആണ്. -1 lakh 10,000 ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു 1 lakh പ്ലസ് 1 lakh 10,000. കാൽക്കുലേറ്റ് ചെയ്താൽ 4.76 കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.